ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ തന്നെ പോണു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, നമ്മൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യണ പോലെ ഒന്നും ആയിരിക്കില്ല അല്ലേ മുകളിലുള്ള ഒരാൾ തീരുമാനിച്ചേക്കണേ എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ. അതുപോലെ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഒരിക്കലും ഇല്ലാത്ത ഒരു ദിവസം, എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ച ഒരു ദിവസം, അങ്ങനെയുള്ളൊരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വിശേഷം എന്താണെന്നല്ലേ, ഞങ്ങളിപ്പോൾ ഈ വീട് മേടിച്ചിട്ട് ഏകദേശം ഒരു 6 വർഷമായിട്ടോ. അപ്പോൾ ഈ 6 വർഷം കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസിക്കണ ആ സമയം മുതൽക്ക് പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് ഞങ്ങളുടെ അകത്തെ ബാത്റൂമിൻ്റെ ഡോർ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് മരത്തിൻ്റെ ഡോറായിരുന്നു, ആകെ മോശമായിട്ടിരിക്കുന്ന ഒരു ഡോറ്. അപ്പോൾ നമ്മളിങ്ങനെ പലതവണ അത് ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴും ഓരോരോ തടസ്സങ്ങളായിട്ട് ഇങ്ങനെ മുടങ്ങി ലാസ്റ്റ് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ കുറച്ച് റിലാക്സ് ആയിട്ട് മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസം തന്നെ രാവിലെ അതിനുള്ള ആൾ വന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു 2-3 ദിവസം മുന്നേ പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷെ ഇന്ന് പണിയാനായിട്ട് ആയിക്ക വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ തലേന്ന് വീട്ടിലെ ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് അവിടെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാതെ തട്ടിക്കൂട്ടിൽ ഒരു അടിച്ചുവാരലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ചുമ്മാ കഥയൊക്കെ വായിച്ച് റെസ്റ്റ് എടുത്തിരുന്ന സമയത്താണ് ആയിക്ക കയറി വരണത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ആ പണി അങ്ങ് തുടങ്ങാമെന്നും പറഞ്ഞു. പിന്നെ വന്നയാളെ നമ്മളങ്ങനെ വിടുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് എന്നായിക്കോട്ടെ എന്ന് വെച്ച് കൂടിയിട്ടോ. അങ്ങനെ പിന്നെ ഇക്കായും കൂടെ കൂടി സഹായിച്ച് വേഗം തന്നെ ആ കട്ടിലേക്ക് ഒന്ന് അങ്ങോട്ട് മാറ്റി അവിടെ ഒന്ന് തേച്ച് റെഡിയാക്കി ഒരു ഉച്ചയോടുകൂടി ആൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുള്ള വീടിൻ്റെ അവസ്ഥയാണ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചത്. പിന്നെ ഇക്കായും കൂടെ കൂടി അവിടെ വീണിട്ടുണ്ടായിരുന്ന സിമെൻറ്റും പരിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് വാരി ആ ഒരു സമയത്തേക്ക് ഞാൻ വേഗത്തിൽ ഒന്നങ്ങ് അടിച്ചു വാരി ഒതുക്കി പറക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഒന്നിനും നമുക്ക് ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് ചെയ്യാൻ പറ്റണില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ കേട്ടോ. സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാത്ത ഒരു എൻ്റെ ലൈഫിൻ്റെ ഒരു പോർഷനാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം, ഞാൻ പണിയെടുക്കുമ്പോഴും അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എൻ്റെ അവസ്ഥ ഇതാണ്. ഓരോരോ കാര്യങ്ങളിൽ അവരിങ്ങനെ മുന്നിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ചിലതൊക്കെ എനിക്ക് സഹായമാണെങ്കിൽ ചിലതൊക്കെ വൻ ഉപദ്രവങ്ങളായിരിക്കും കേട്ടോ. എങ്കിലും ഒരു പരിധി കൂടുതൽ അവരെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. 4 പേരും കൂടെ വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ പറയുകയും വേണ്ട കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു രസമാണല്ലോ. ഇപ്പോൾ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അങ്ങ് പോയെന്ന് പറയാം. ഈ ഒച്ചയും ബഹളവും വഴക്കും ഓട്ടവും ഒന്നും ഇല്ലെങ്കിലാണ് കേട്ടോ ഇപ്പം എൻ്റെ ജീവിതം ഭയങ്കര എന്താ പറയുക, ശൂന്യം, അതായത് 0 ആയിട്ട് തോന്നണേന്ന് പറയാം. ഇവർ എല്ലാവരും ഇല്ലാത്തൊരു സമയം എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടാണ്. ഇങ്ങനെ ബഹളവും വഴക്കും അടിയും ഒക്കെ ആയിക്കഴിഞ്ഞ് നമുക്കിങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് ഓടുന്ന സമയത്തൊക്കെ ഞാൻ പറയും, നിങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാമെന്ന്. എവിടെ 4 പേരും, ചിലപ്പോൾ മൂത്തവർ സ്കൂളിൽ പോയി മറ്റവർ 2 പേരും ഏതെങ്കിലുമൊക്കെ ഒരു സമയം ഒരുമിച്ച് ഇറങ്ങിയാൽ എൻ്റെ പണികളൊക്കെ ഇങ്ങനെ ചെയ്ത് തീർക്കുമെങ്കിലും ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു ശൂന്യതയാണ് കേട്ടോ. നമുക്ക് ആകെ അങ്ങോട്ട് സങ്കടം വരും. എപ്പോഴും ഇങ്ങനെ ഒച്ചയും ബഹളവും നമ്മുടെ ഒച്ചയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വീട് എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയല്ലേ. അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു 6 വർഷം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത കാര്യമാണ് ഇന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ നടന്നത്. അപ്പോൾ ആ ടോയ്ലറ്റിൻ്റെ പകുതി പണി കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വേണം കേട്ടോ അതിൻ്റെ ഡോറ് പിടിപ്പിക്കാനുള്ള ആൾ വന്നിട്ട് ഡോറൊന്ന് പിടിപ്പിച്ച് തന്നത്. നമ്മൾ ഈ വീട് വാങ്ങി ഇങ്ങോട്ട് മാറിയത് ആ കൊറോണയുടെ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ ആണ് കേട്ടോ. അപ്പോൾ ആ ലോക്ക്ഡൗൺ ഏകദേശം ഒരു പകുതിയോളം ആയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറുന്നത്. പക്ഷേ വീട് വാങ്ങാനായിട്ട് അഡ്വാൻസ് കൊടുക്കണതെല്ലാം ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. അപ്പോൾ ഊഹിക്കാമല്ലോ നമ്മൾ എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇങ്ങോട്ട് കയറിയതെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ പണികളും ഒരുവിധമൊക്കെ പെൻഡിങ് ആയത് പിന്നെ പതുക്കെയാണ് കേട്ടോ ചെയ്ത് തീർത്തേ. അങ്ങനെ ഒരുപാട് നാൾ കാത്തിരുന്ന ആ ഒരു കാര്യം അങ്ങനെ ഇന്ന് സാധിച്ചു കേട്ടോ. അതുപോലെ തന്നെ ഇന്ന്
കുറേ പ്ലാനിങ്ങോട് കൂടി ഞാൻ കാത്ത് വെച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടി നടന്നേ. അതാണ് എൻ്റെ ഇന്നുമോളുടെ കാതുകുത്തട്ടോ. അപ്പോൾ കാതുകുത്താനായിട്ട് ഇത്രയും താമസിച്ചതിൻ്റെ കാര്യം തന്നെ എൻ്റെ എങ്ങുമില്ലാത്ത പ്ലാനിങ്ങുകളാട്ടോ. അപ്പോൾ ആ പ്ലാനിങ്ങുകളൊക്കെ തകർത്തുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ ഇന്നുവിൻ്റെയും ഇച്ചുപ്പാടെയും കാതുകുത്തുക എന്നുള്ളത്. അപ്പോൾ ആങ്ങള നാട്ടിലില്ല, അവനിങ്ങനെ ഒരു ഓട്ടം പോയിട്ട് അവനക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പിന്നത്തേക്കാക്കാമെന്ന് മാറ്റി വെച്ച കാര്യം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചു എന്ന് പറയണ പോലെ ഉച്ചയ്ക്ക് വാപ്പിച്ച് ജസ്റ്റ് ഒന്ന് വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ പണി നടക്കണോണ്ട് വാപ്പിച്ച് വീട്ടിൽ വന്ന ആ ഒരു ഗ്യാപ്പിൽ എന്നാൽ ഇന്ന് കാതുകുത്തും കൂടെ നടക്കാം, എന്തായാലും ഇക്കാക്കിന്ന് ലീവാണല്ലോ എന്നുള്ള ആ ഒരു രീതിക്ക് സംസാരിച്ച് അങ്ങനെ ഇടിപിടിയെന്ന് തീരുമാനിച്ച ഒരു കാതുകുത്തട്ടോ. പിന്നെ പെട്ടെന്ന് റെഡിയാക്കി ആള് കാതുകുത്താനായിട്ട് ഭയങ്കര ആഗ്രഹത്തിലിരിക്കണോണ്ടും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കമ്മലൊക്കെ പിടിച്ച് കമ്മൽ ചോദിക്കണോണ്ടും ഇന്നുമോള് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതിന് വേദന എടുക്കൊന്നും കരയുന്നൊന്നുള്ള ആ ഒരു ഇത് അവർക്കില്ലല്ലോ. അങ്ങനെ പിന്നെ നേരെ വീട്ടിലെത്തി. വീട്ടിൽ വന്ന് ഞങ്ങൾ ചോറൊക്കെ വീട്ടിൽ വന്നിട്ടാട്ടോ കഴിച്ചത്. വീട്ടിൽ വന്നപ്പോഴേ മക്കൾസിന് പരിപാടിയുടെ ബാക്കി പത്രമായിട്ടുള്ള ബലൂണുകളൊക്കെ കിട്ടിയോണ്ട് അതൊക്കെ വെച്ച് കളിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ ഇച്ചുപ്പാനെ വേഗം റെഡിയാക്കി ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഉമ്മച്ചിയും നാത്തൂനും വാപ്പിച്ചൊക്കെ റെഡിയാക്കാനായിട്ട് പോയേ. മക്കൾസിന് പിന്നെ എവിടെ ചെന്നാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കളികളുണ്ടാവുമല്ലോ. അങ്ങനെ അവർ അവരുടെ ലോകത്ത് ബിസിയാണ് കേട്ടോ. പിന്നെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ എല്ലാവരും റെഡിയായതേ ഞങ്ങളങ്ങനെ കാതുകുത്താനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി കയറിയിരുന്ന ഇച്ചുപ്പ നല്ല ഹാപ്പിയാണ്. അല്ലെങ്കിലും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അവൾക്കറിയാം കേട്ടോ എവിടെയോ അവളെ ടാറ്റ കൊണ്ടുപോകാനാണെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങളെ കണ്ട അവൾ ഡബിൾ ഹാപ്പി. എന്തായാലും കാറിൽ പോവാൻ റെഡിയായി കയറുകയും കൂടെ ചെയ്തപ്പോൾ അവക്കടെ സന്തോഷം അവൾ എങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത കൺഫ്യൂഷനിലാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങളെ നാക്ക് കടിച്ച് പേടിപ്പിക്കണുണ്ട്, ചിരിച്ച് മയക്കണുണ്ട്. മൊത്തത്തിൽ ആൾ നല്ല സന്തോഷമാണ്. ഈ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കാണ് കേട്ടോ ശരിക്കും ടെൻഷൻ. എനിക്ക് പിന്നെ ഒരാക്കടെ കുത്തി ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അറിയാട്ടോ ഇത്ര ദിവസം ഇത്ര നേരത്തെ വേദന അല്ലെങ്കിൽ ഇത്ര നേരം കരയും, അതങ്ങനെ കാതൊക്കെ ശരിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുഴപ്പമില്ലാന്ന്. പക്ഷെ നാത്തൂൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഏറ്റവും ടെൻഷൻ നാത്തൂനാണ്. അങ്ങനെ പിന്നെ ഉമ്മച്ചീനെയും വാപ്പിച്ചീനെയും നാത്തൂനൊക്കെ സ്വർണ്ണക്കടയുടെ മുന്നിൽ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ ഇക്കാടെ വീട്ടിലേട്ടാണ് കേട്ടോ പോണേ. അവിടെ ചെന്ന് ഇക്കാടെ ഉമ്മാനെയും കൂട്ടിക്കൊണ്ട് വേണം കേട്ടോ കാതുകുത്തിനോടത്തിലേക്ക് പോവാൻ. അങ്ങനെ ചെന്നതേ ഉമ്മാനെ വിളിച്ചപ്പോഴത്തേനും വെല്ലുമായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വെല്ലുമാനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങളിതേ ഉമ്മാനെയും കൂട്ടി നേരെ സ്വർണ്ണക്കടയിൽ വന്നു. സ്വർണ്ണക്കടയിൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും കാതുകുത്തുമ്പോൾ വേദന എടുക്കാതിരിക്കാൻ എന്തോ ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ തേച്ച് മക്കൾസിനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് അങ്ങനെ നിന്ന് പെട്ടെന്ന് ഇക്ക പിന്നെ പെണ്ണിനെ പിടിച്ച് കാതൊക്കെ ഒന്ന് കുത്തിച്ചു. ഇച്ചുപ്പാടേയും കാതൊക്കെ കുത്തിയിട്ടു. അപ്പോൾ ഞാൻ ഈ കാത് കുത്തുന്ന വീഡിയോ വളരെ വിശദമായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂട്യൂബ് എൻ്റെ വീഡിയോ റിമൂവ് ചെയ്തേ. അപ്പോൾ കുട്ടികൾ കരയണതൊന്നും വരാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്ത് അവരുടെ കാത് കുത്തി കഴിഞ്ഞുള്ള ഇത് മാത്രമാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനെ ദേ കാതൊക്കെ കുത്തി രണ്ടുപേരും സുന്ദരിയായി. പിന്നെ ഒരു കോലുമിഠായി ഒക്കെ കൊടുത്ത് കരച്ചിലൊക്കെ ഒന്ന് അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരെ തൊട്ടടുത്ത ബേക്കറിയിലേക്കാണ് കേട്ടോ കയറിയത്. അവരുടെ കരച്ചിലും ബഹളവും ആകെ പരവേശം എടുത്തത് ഞങ്ങൾക്കാണെന്ന് പറയാം കേട്ടോ. മക്കൾസ് കരയണേക്കാളും മുമ്പ് നാത്തൂനാണ് കേട്ടോ കരച്ചിൽ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേ നാരങ്ങകളൊക്കെ കുടിച്ച് ഞങ്ങളുടെ പരവേശം മാറ്റി. പിന്നെ തിരിച്ച് ഇറങ്ങിപ്പോരാൻ നേരത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള മിഠായിയൊക്കെ മേടിച്ച് മക്കളും അങ്ങനെ ഹാപ്പിയായി. ഞങ്ങളിതേ ഉമ്മാനെ കൊണ്ടുപോയി വിടാനായിട്ട് വീണ്ടും ഇക്കാടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയും നാത്തൂനൊക്കെ വെല്ലുമാടെ അടുത്ത് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരത്തെ ഇക്കാടെ വീട്ടിലേക്ക് തന്നെ. അപ്പോൾ നാത്തൂന് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഇക്കാടെ ഈ വീട്ടിൽ വരണത്. അവളിങ്ങോട്ടേക്ക് അങ്ങനെ വന്നിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പരിചയപ്പെടലും വിശേഷം ചോദിക്കലും കൂടെ കൂടുതലുണ്ട്. പിന്നെ ഇച്ചിരി നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഉമ്മാനോടും വെല്ലുമാനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ വാപ്പിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ കടയിൽ കയറിയോണ്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ലേ. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഇനി വാപ്പിച്ചിനെ പിക്ക് ചെയ്തുകൊണ്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാനായിട്ട്. പിന്നെ എടിപിടിന്ന് തീരുമാനിച്ച ഒരു കാതുകുത്ത് പരിപാടി ആയതുകൊണ്ട് വേറെ ആരെയും വിളിക്കാനോ ആർക്കും വരാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. ഉപ്പ കച്ചവടത്തിനും പോയി, അതുകൊണ്ട് ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരെയും വിളിച്ച് ഫോണിൽ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ സാഹസത്തിന് മുതിർന്നത്.
അങ്ങനെ ദേ ഇന്നത്തെ തിരക്കുകളും പരിപാടികളും കരച്ചിലും ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ കേക്കും വെച്ച് എടുത്ത് മക്കൾസിൻ്റെ കണ്ണിൽ പൊടിയിടാനായിട്ട് അതൊക്കെ അങ്ങ് മുറിച്ച് എല്ലാവർക്കും ഒന്ന് വീതം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് ഇവിടെ കണ്ടതോടെ മക്കൾസ് ഡബിൾ ഹാപ്പി എന്ന് പറയണ പോലെ കേട്ടോ. കൈയൊക്കെ കൊട്ടി ഇന്നലത്തേനേക്കാളും ആവേശത്തിൽ ഇന്നാണ് കേട്ടോ ഇപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യണേ. എന്തായാലും ഇന്നുമ്മ കാതൊക്കെ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അവൾ കുറേ നാളായിട്ട് ഇങ്ങനെ എൻ്റെയും ഇത്താത്താടെയും ഒക്കെ കമ്മൽ കണ്ടു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും കേട്ടോ, കമ്മൽ വേണമെന്നും പറഞ്ഞ് കാതിലിങ്ങനെ തൊട്ട് കാണിച്ച് എപ്പോഴും ബഹളമാണ്. ഇന്നിപ്പോൾ എന്തായാലും അത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കാത് തൊട്ട് നമ്മളെ കാണിച്ചു തരും. പക്ഷെ വേദന ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമ്മളെയും കൊണ്ട് തൊടാനൊന്നും ആൾ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നേരത്തെ അടുത്ത പരിപാടിക്കായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ പേരമരത്തിൽ നിറയെ പേരയ്ക്കൊക്കെ മൂത്ത് കിടക്കണ്ടായിരുന്നു. ആങ്ങളെ മിക്കായും കൂടെ കയറി അതൊക്കെ പിന്നെ ഒന്നങ്ങ് പറിച്ചുകൊണ്ട് വന്നേ. അതൊക്കെ ഇരുന്ന് കഴിച്ച് അങ്ങനെ ദേ വീട്ടിലെത്തി. പിന്നെ ഇനി പിറ്റേന്നത്തെ വിശേഷമാണ് കേട്ടോ. പിറ്റേന്ന് പിന്നെ വാതിൽ പിടിപ്പിക്കാനായിട്ടുള്ളതൊക്കെ വന്ന് വാതിലൊക്കെ ഒന്നങ്ങ് പിടിപ്പിച്ച് കൊടുന്നു കേട്ടോ. അവിടെ തകൃതിയായിട്ട് വാതിൽ പിടിപ്പിക്കാൻ്റെ ഇടയ്ക്ക് മക്കൾസ് നല്ല കാര്യമായിട്ടുള്ള കളിയിലാണ് കേട്ടോ. അവർക്ക് പിന്നെ എന്തൊക്കെയാണെങ്കിലും ശരി അവരുടെ കളിയാണല്ലോ മെയിൻ. അങ്ങനെ ഒരു പ്രകാരം ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ 2 എണ്ണം പൂർത്തിയായ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ആ വാതിൽ അങ്ങോട്ട് മാറ്റി പുതിയ വാതിൽ പിടിപ്പിച്ചപ്പോൾ തന്നെ എന്തൊരു ലുക്കായി എന്നറിയോ, എന്തൊരു സമാധാനമായിരുന്നു. മറ്റേ നമ്മൾ എത്രയൊക്കെ പണിയെടുത്താലും ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒട്ടും അങ്ങ് തൃപ്തിയില്ലാത്ത പോലെയാണ് കേട്ടോ. വാതിലൊരു സുഖമില്ലാണ്ടിരിക്കുമായിരുന്നു. ഏതായാലും അങ്ങനെ 1-2 കാര്യങ്ങൾ ഒറ്റയടിക്ക് നടന്ന ഒരു സംതൃപ്തിയാണ് ഇന്നത്തെ ഒരു ദിവസം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.